ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻസെക്ടിവോറ ഗോത്രത്തിലെ പന്തലികൾ എന്ന ജീവിയെ പറ്റിയാണ്. ഇൻസെക്ടിവോറ ഗോത്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഇനമാണ് പന്തലികൾ. ഏറ്റവും വലിപ്പം കുറഞ്ഞ ഇനമാണ് പിഗ്മി ഷൂകൾ എന്നും കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ വാൽ കൂടാതെയുള്ള നീളം 3.75 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയധികം വിശേഷവൽകൃതമായ ദന്തനിര ഒഴിച്ചാൽ ധാരാളം പ്രാഥമിക സ്വഭാവങ്ങൾ ഇൻസെക്ടിവോറുകളിൽ കണ്ടെത്താം. കാൽപ്പത്തി മുഴുവൻ തറയിൽ പതിച്ച് നടക്കുന്ന ഇവയുടെ കാലുകളിൽ 5 വിരലുകൾ വീതമുണ്ട്. അസം മേഖലയിലെ കണ്ടാസ്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം വികസിതമാണ്. തലച്ചോറിൽ മടക്കുകൾ ഇല്ലെന്ന് തന്നെ പറയാം. മാത്രവുമല്ല, തലച്ചോറ് താരതമ്യേന വളരെ ചെറുതാണ്. വൃഷണം ആന്തരികമായിരിക്കാം. ഗർഭപാത്രത്തിന് കൊമ്പുകൾ പോലെയുള്ള 2 ഭാഗങ്ങൾ കാണുന്നു. ജനന സമയത്ത് കുഞ്ഞുങ്ങൾ വളരെ ദുർബലരായിരിക്കുന്നതിനാൽ ആഴ്ചകളോളം കൂട്ടിനുള്ളിൽ തന്നെ കഴിയുന്നു. ഇവയെല്ലാം ഇൻസെക്ടിവോറുകളിൽ കാണപ്പെടുന്ന പ്രാഥമിക സ്വഭാവങ്ങളാണ്. എന്നാൽ ഇവയുടെ പ്ലാസൻ്റെ പ്രൈമേറ്റുകളുടേതിന് അങ്ങനെ മനുഷ്യരുടേതിനും തുല്യമാണ്. ജീവിത രീതിയിലും സ്വഭാവത്തിലും ഇൻസെക്ടിവോറുകൾ വൈവിധ്യം ഏറെ ഒഴിവാക്കുന്നു. തറയിൽ ഓടിച്ചാടി നടക്കുന്നവയും വൃക്ഷങ്ങളിൽ കഴിയുന്നവയും ഇവയുടെ കൂട്ടത്തിലുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന വിരളമല്ല. മാളങ്ങളിൽ കഴിയുന്നവയും രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്നവയും രാപ്പകൽ ഒരുപോലെ സഞ്ചരിക്കുന്നവയും ഇവയുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ മിക്കവാറും എല്ലാ ഇൻസെക്ടിവോറുകൾക്കും ശിശിരണി ഒരു സ്വഭാവമാണ്. ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇൻസെക്ടിവോറയെ കാണാം. ഓസ്ട്രേലിയയിൽ മാത്രം ഇൻസെക്ടിവോറ മാഴ്സൂപ്പികളെ കാണപ്പെടുന്നുള്ളൂ. യഥാർത്ഥ ഇൻസെക്ടിവോറുകൾ അവിടെ അപ്രത്യക്ഷരായിരിക്കുന്നു. പന്തലുകളെ കൂടുതലായി കാണപ്പെടുന്നത് പച്ചത്തോപ്പുകൾ, പുൽമേടുകൾ, കാടിൻ്റെ അതിരുകൾ, കൃഷിസ്ഥലങ്ങൾ, കല്ലും ചെറുംപുല്ലും നിറഞ്ഞ പ്രദേശങ്ങൾ, മനുഷ്യവീട് സമീപമുള്ള തോട്ടങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഇവയ്ക്ക് ഒളിവിടങ്ങൾ അനിവാര്യമാണ്. ഈ ജീവികൾക്ക് നന്നായി ഓടാനും കയറാനും കഴിയും. പന്തലികൾ സർവ്വഭോജികളാണ്. പുഴുക്കൾ, കീടങ്ങൾ, ചുണ്ടൻ പുഴുക്കൾ, സ്നെയിൽ, ചെറിയ തവളകൾ, ചെറുപല്ലികൾ, പഴങ്ങൾ, ബെറികൾ, ചിലപ്പോൾ മുട്ട, ചെറുപക്ഷികൾ എന്നിവയെല്ലാം ഭക്ഷിക്കുന്നു. പന്തലികളുടെ ഏറ്റവും പ്രത്യേക പ്രതിരോധം എന്നത് അവയുടെ ശരീരമൊക്കെ ഉരുണ്ട ബോളാക്കി മാറ്റുന്നു. പുറത്ത് കാണുന്നത് മൂർച്ചയുള്ള സ്പൈൻസ് മാത്രമാണ്. ഇതുമൂലം ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയില്ല. ഇവയുടെ ശത്രുക്കൾ നരി, കഴുതപ്പുലി, വലിയ പക്ഷികൾ, നായകൾ മുതലായവയാണ്. ഇവയുടെ പ്രജനനകാലം വസന്തകാലം മുതൽ വേനൽക്കാലം വരെയാണ്. കുഞ്ഞിനുള്ള ഗർഭകാലം 35-40 ദിവസമാണ്. ഒരു പ്രാവശ്യം 3 തൊട്ട് 7 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരിക്കും. ശീതകാലത്ത് ഹൈബർനേഷൻ തുടങ്ങും. ശരീര താപനില കുറയും. ഹൃദയമിടിപ്പ് സ്ലോ ആവും. വന്യജീവിതത്തിൽ ഈ ജീവികൾക്ക് 3 തൊട്ട് 6 വർഷം വരെയും പരിപാലനത്തിൽ 8 തൊട്ട് 10 വർഷം വരെയും ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.